ഐഡിയേഴ്സ് 2024 ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷനായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ക്രാഫ്റ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡഡ് സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 13ഓളം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല, കോട്ടയം, തൊടുപുഴ, കളമശ്ശേരിയിലാണ് ഇതിൻ്റെ മുഖ്യ കേന്ദ്രം എന്ന് പറയുന്നത്. തൃശ്ശൂർ, പാലക്കാട്, തിരൂർ, പെരിന്തൽമണ്ണ, കോഴിക്കോട്, കണ്ണൂർ, ഉദുമ. ഇതിൽ പാലക്കാട് SC/ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ്സിന് മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബാക്കി എല്ലായിടത്തും OEC ആണെങ്കിൽ SC/ST എല്ലാ റിസർവേഷൻസും ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഴ്സുകളും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ 3 വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത് LBS ആണ്. LBS ഒരു എൻട്രൻസ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് അതിൽ 3 വർഷത്തെ കോഴ്സിലേക്ക് എടുക്കുന്നത് അഡ്മിഷൻ. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാം ഒന്നുമില്ല, നമ്മുടെ +2 മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിന് പ്രായപരിധി ഇല്ല എന്നുള്ളതുമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമുകളൊന്നുമില്ല. നിങ്ങളുടെ +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള കോഴ്സുകൾ ഇപ്പോൾ ഇത്രയും നമ്മൾ 13 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞല്ലോ. ഈ 13 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എല്ലാ കോഴ്സുകളും ഇല്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് പല കോഴ്സുകളാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു കോഴ്സാണ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അതിന് ഏകദേശം 16,065 രൂപയാണ് ആകെ ഫീസ് വരുന്നത്. ഓക്കെ, ഈ ഒരു വർഷത്തും കൊണ്ട് നമുക്ക് കൊടുക്കേണ്ട ഫീസ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന് 16,065 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SC/ST അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫീസ് ഒന്നും വേണ്ട, ഗ്രാൻസ് കിട്ടും. പിന്നെ മറ്റു കാറ്റഗറിക്ക് അതനുസരിച്ചിട്ടുള്ള അവരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി മറ്റൊരു കോഴ്സാണ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോഴ്സ്. ഇതിൻ്റെ ഫീസ് ആകെ 23,265 രൂപയാണ് ഫീസ് വരുന്നത്. അടുത്തത് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതിന് 16,065 രൂപ വരുന്നത്. ബേക്കറി ആൻഡ് കൺഫെഷനറി എന്ന് പറയുന്നതാണ് അടുത്ത ഒരു കോഴ്സ്. അതിന് 23,265 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീസ് വരുന്നതും 23,265 രൂപയാണ് ഈ ഒരു കൊല്ലത്തെ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകൾ ഇനി എവിടെയാണ് ഓഫർ ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രം, അവിടെയാണ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ഫുഡ് പ്രൊഡക്ഷനും ഓഫർ ചെയ്യുന്നത്. എല്ലാത്തിനും +2 ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇനി കടപ്പാക്കട എന്ന് പറയുന്ന TKD മെമ്മോറിയൽ ഗവൺമെൻറ് HSS കടപ്പാക്കടയിൽ വെച്ച് നടത്തുന്ന ആ ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്ത് ഫുഡ് പ്രൊഡക്ഷനും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ആണ് ഉള്ളത്. 40 സീറ്റുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് +2 തന്നെയാണ് പറയുന്നത്. ഇനി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം കരുമാലൂരാണ്. അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ഫുഡ് പ്രൊഡക്ഷനുമാണ് കോഴ്സുകൾ വരുന്നത്. തൊടുപുഴയിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ഫുഡ് പ്രൊഡക്ഷനും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനുമാണ് കോഴ്സ് വരുന്നത്. 50, 60, 20 സീറ്റുകളാണ് വരുന്നത് കേട്ടോ. ഇനി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തലയിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിന് 40 സീറ്റും ഫുഡ് പ്രൊഡക്ഷന് 40 സീറ്റുമാണ്. ഇത് ശ്രീനാരായണ ഗവൺമെൻറ് HSS ക്യാമ്പസിലാണ് ഈ ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർത്തല നടത്തുന്നത്. ഇനി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എനിക്ക് കുറച്ച് അത്ര നേരിട്ട് അറിയാം. അവിടെ പഠിച്ച കുട്ടികൾ, ഈ ഒരു കോഴ്സ് പഠിച്ചവർ മിക്കവരും ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുകയും ചിലവർക്കൊക്കെ അവരുടെ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ആ ഹോട്ടൽസിലോ ഒക്കെ തന്നെ 5 സ്റ്റാർ ഹോട്ടൽസിലോ ഒക്കെ ജോലി ഒക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി ഉള്ളത് നമുക്ക്
ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, അത് HMT ജംഗ്ഷനിലാണ്. നിങ്ങൾ പോളിടെക്നിക്കൊക്കെ അറിയുമായിരിക്കും, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി വരുന്നത്. ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ 40 സീറ്റ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് 80 സീറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ 80 സീറ്റ്, ബേക്കറി ആൻഡ് കൺഫെഷനറി 40 സീറ്റ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ 40 സീറ്റ്, ക്യാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ 30 സീറ്റ്. എല്ലാത്തിനും +2 അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത പറയുന്നത്. ഇനി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ പൂത്തോളാണ് വരുന്നത്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് 40 സീറ്റ്, ഫുഡ് പ്രൊഡക്ഷനും 40 സീറ്റും, ഹോട്ടൽ അക്കോമഡേഷൻ ആൻഡ് ഓപ്പറേഷനും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും 30 സീറ്റുകൾ വീതം. ഇനി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് വടക്കാഞ്ചേരിയാണ്. ഷാറ്റവർ വടക്കാഞ്ചേരി എന്നാണ് അഡ്രസ്സ് കൊടുത്തേക്കുന്നത്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ ആണ് അവിടെ വരുന്ന 2 കോഴ്സുകൾ. ഇനി പെരിന്തൽമണ്ണയിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ഫുഡ് പ്രൊഡക്ഷനും 40 സീറ്റ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനും. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരൂർ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ഫുഡ് പ്രൊഡക്ഷനുമാണ് കോഴ്സുകൾ വരുന്നത്. കോഴിക്കോട് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസും ഫുഡ് പ്രൊഡക്ഷനുമാണ്. കണ്ണൂർ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ബേക്കറി ആൻഡ് കൺഫെഷനറി, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഹോട്ടൽ അക്കോമഡേഷനാണ്. ഫുഡ് ക്രാഫ്റ്റ് ഉദുമയിൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ആൻഡ് ഓപ്പറേഷൻ. ഈ ഉദുമയിൽ പറയുന്നത് നിയർ GHSS ഉദുമ എന്ന ആ ഒരു പ്ലേസാണ് സ്ഥലം പറയുന്നത് കേട്ടോ. ചില സമയത്ത് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഇൻ സർട്ടൺ കേസസ് വെയർ ദ ഡിമാൻഡഡ് ഈസ് മോർ ആൻഡ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ദ സീറ്റ് ഫോർ എനി കോഴ്സസ് അറ്റ് എനി സെൻറ്റർ മേ ബി ഇൻക്രീസ്ഡ്. ചിലപ്പോൾ സീറ്റുകൾ ഇപ്പോൾ ഇത്ര സീറ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ചിലപ്പോൾ സീറ്റുകളിൽ വ്യത്യാസം ഉണ്ടാക്കാം. ഫീസ് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇപ്പോൾ മൊത്തം ഫീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 16,065 23,265 കേട്ടോ. അതിൽ അഡ്മിഷൻ ഫീസ്, ട്യൂഷൻ ഫീസായിട്ട് വരുന്നത് എല്ലാത്തിനും 7,535 രൂപയാണ്. ലാബ് ഫീസിലാണ് വ്യത്യാസം വരുന്നത്, പിന്നെ എക്സാം ഫീ. അങ്ങനെ ആ ടോട്ടൽ ഫീസാണ് നിങ്ങൾ ഈ കോഴ്സിന് കൊടുക്കേണ്ട ടോട്ടൽ ഫീസാണ് ഇത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് തവണകളായിട്ട് അടക്കാൻ, 2 തവണയൊക്കെ ആയിട്ട് അടക്കാനോ ഒക്കെ സമയം തന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ഫീസ് അടയ്ക്കാൻ തവണകൾ തരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫീ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് 250 രൂപയുണ്ട്, അത് നിങ്ങൾക്ക് പോരുമ്പോൾ തിരിച്ചു തരും. പിന്നെ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 150 രൂപയാണ്. സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, +2 മാർക്കിൻ്റെ ബേസിലാണ്. ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് ഇത് പ്രോസ്പെക്ടസിൽ 100 പറഞ്ഞേക്കുന്നതെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് എടുത്ത് നോക്കുമ്പോൾ 150. SC/ST കാൻഡിഡേറ്റ്സിന് 50 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വന്നേക്കുന്നത്. കഴിഞ്ഞ വർഷം 100 എനിക്ക് തോന്നുന്നു, ഈ വർഷം 150 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആപ്ലിക്കേഷൻ ഫീസ്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യണ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ബാക്കിയുള്ളത് വേറെ പ്രത്യേകിച്ച് ഇവരെന്താ പറഞ്ഞേക്കുന്നതെന്നും കൂടി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ഓക്കെ. ഇതിന് ചില കോഴ്സുകൾ ബോയ്സിന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഓക്കെ ഇല്ല കേട്ടോ, സോറി, എല്ലാ കോഴ്സുകളും ബോയ്സിനും ഗേൾസിനും ഉണ്ട്. ഇത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവരുടെ യൂണിഫോമാണ് കേട്ടോ. യൂണിഫോം ഉണ്ട്. യൂണിഫോമൊക്കെ കറക്റ്റ് അനുസരിച്ചിട്ട് തന്നെ കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ റിസർവേഷനും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ OBC ആണെങ്കിൽ OBCയുടെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് അക്ഷയ വഴി വാങ്ങി നൽകണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ യൂണിഫോം നിങ്ങൾക്ക് നിർബന്ധമാണ്, യൂണിഫോം ഇടണം എന്നാണ് ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഏകദേശം 12 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞല്ലോ. അപ്പോൾ 12 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണെങ്കിൽ അതിലേക്ക് ഒരെണ്ണം മതിയാവും. ഒന്നിലേറെ കേന്ദ്രങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വെവ്വേറെ ആപ്ലിക്കേഷൻസ് കൊടുക്കണം കേട്ടോ. ഒരു ആപ്ലിക്കേഷൻ പോരാ, വെവ്വേറെ ആപ്ലിക്കേഷൻസ് കൊടുക്കണം. പിന്നെ ഇവർ പ്ലേസ്മെൻറ്റ്സ് അല്ലേ, ഞാൻ പറഞ്ഞല്ലോ കളമശ്ശേരിയിൽ നമ്മൾ അറിയുന്ന അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് 1 വർഷത്തെ കോഴ്സാണ്, അതനുസരിച്ചിട്ടുള്ള ജോലികളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇത് ഇംഗ്ലീഷിലും പിന്നെ നിങ്ങൾക്ക് മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഓരോ കോഴ്സിനെയും പറ്റിയിട്ട് ഈ പേജ് നമ്പർ 16 നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഫോട്ടോയും ഈ ഒരു പ്രോസ്പെക്ടസിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
ഇതാണ് വെബ്സൈറ്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് fci kerala.org എന്ന് പറയുന്നതാണ് വെബ്സൈറ്റ്. നിങ്ങൾ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റണ്ണിങ്ങിൽ ഒരു ലിങ്ക് പോകുന്നുണ്ട്. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള അഡ്മിഷൻ ഫോർ 2024 ബാച്ച് എന്ന് കാണിച്ചിട്ടുണ്ട്. ജനറൽ കാറ്റഗറി ആണ് എങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. SC/ST ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. SC/ST ആണെങ്കിൽ അവർക്ക് ഫീസ് വരുന്നത് 60 രൂപയാണ്. നേരത്തെ നമ്മൾ 50 എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ 60 കാണിച്ചേക്കുന്നത്. പ്രോസ്പെക്ടസിൽ അത് തിരുത്താത്തതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ചില ഡേറ്റുകൾ മാത്രം ചേഞ്ച് വരുത്തിയേക്കുന്നതാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. 110 കേട്ടോ ഫീസ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഇത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ്, തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ആണെങ്കിൽ കൊല്ലം, ചേർത്തല ആണെങ്കിൽ ചേർത്തല, ഇപ്പോൾ കളമശ്ശേരി ആണെങ്കിൽ നിങ്ങൾ കളമശ്ശേരി ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫീസ് അടക്കുക കേട്ടോ. ആ ഒരു ഫീസ് അടച്ചാലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സെലക്ട് സെൻറ്റർ ഫോർ മേക്കിംഗ് ഓൺലൈൻ പേയ്മെൻറ്റ്. ആഫ്റ്റർ പേയ്മെൻറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ എനി കോഴ്സസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെൻറ്റർ. ഇപ്പോൾ നമ്മൾ കളമശ്ശേരിയിൽ ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫീസ് അടക്കുക. ഫീസ് അടച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഫീസ് അടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ഫോം വരുന്നുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, കോണ്ടാക്ട് നെയിം, മെയിൽ ID, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കണം. പാരൻറ്റിൻ്റെ നെയിം, റിലേഷൻഷിപ്പ് വിത്ത് പാരൻസ് കോണ്ടാക്ട് നമ്പർ. ഈ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. സീറ്റ് വേക്കൻസി വരുവാണെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസൊക്കെ നമ്മളെ അറിയിക്കുന്നത് ഈ ഫോൺ നമ്പറിലായിരിക്കും. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നമ്പറുണ്ട്, നിങ്ങളെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ നിങ്ങളുടെ കൊടുക്കുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ ആണെങ്കിൽ പാരൻസിൻ്റെ കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആരുടെ ആണെങ്കിലും. നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ +2 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വാളിഫൈഡ് എക്സാം നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് +2 ആണ്. +2 കൊടുക്കുക. അല്ലെങ്കിൽ ഇനി +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് പാസ്ഡ്, അവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെലക്ട് ഓപ്ഷനിലുള്ളത് ഏതാണോ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക.